പിന്നെ പോപ്സ് ഇതിലായിട്ട് ചെയ്തേക്കുന്നത് വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രമാണ്. ആൾ ഇതിലായിട്ടൊരു സീരിയസ് കഥാപാത്രമാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു എൻ്റർടൈനിങ് ആണ്. ഫാമിലിയൊക്കെ വന്നാൽ കാണാൻ പറ്റുന്ന പടം കണ്ടായിരുന്നു. നല്ല പടം. വാസിയൊക്കെ നടന്നുകൊണ്ട് ലാസ്റ്റ് ഫീലിങ്ങിലേക്ക് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നത്. ഈ പ്രേക്ഷകരൊക്കെ പറയുന്നത് ഞാനിതിൻ്റെ കഥാപാത്രം ഞാൻ കൊള്ളാമെന്ന് പറഞ്ഞ കാര്യമില്ല. എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരായിരുന്നു കണ്ടപ്പോൾ? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് വേർഡ്സ് ഇല്ല എന്ന് പറയാൻ. ശരിക്കും എക്സൈറ്റഡ് ആവും തോന്നിയിട്ടെല്ലാം പ്രേക്ഷകർ എക്സൈറ്റഡ് ഫീൽ ചെയ്തു. സത്യം ഞാൻ തനിച്ചിരിക്കുന്നത് അവരുടെ റിയാക്ഷൻസ് കാണുമ്പോൾ നമുക്ക് ഒരു ഓക്കെ ഫൈൻ. കാരണം നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടല്ലോ, നമ്മൾ ഓൾറെഡി കഴിഞ്ഞതായിരുന്നു. അപ്പോൾ ഓരോരുത്തർ പുതിയ ആൾക്കാർ കാണുമ്പോൾ അവരുടെ റിയാക്ഷൻസ് കാണുമ്പോൾ ഒന്നും പറയുന്നില്ല. അതൊരു ഭയങ്കര നല്ലൊരു അനുഭവമായി. ഫുൾ കോമഡിയാണ്. അതായത് കോമഡി ആക്ഷൻ പ്ലസ് കോമഡി ആക്ഷൻ എല്ലാം മിക്സ് നമ്മൾ സീരിയസ് സ്റ്റോറിയാണ്. ഒരു സ്റ്റോറിയാണല്ലോ പറയുന്നത്. ആ സ്റ്റോറിക്ക് വേണ്ട കോമഡികളൊക്കെ കണ്ടിട്ട് എന്തായാലും പറയണം. അപ്പോൾ എനിക്കും അറിയാനുള്ള ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എങ്ങനെയാണ് പ്രേക്ഷകർ? ഞാൻ ആക്ച്വലി എല്ലാവരുടെയും ഇങ്ങനെ ഫേസിങ്ങിന് ഞാൻ സിനിമ കണ്ടിട്ടില്ല. ഞാൻ കൂടുതൽ ഞാനിങ്ങനെ സിനിമ കാണുമ്പോൾ ഞാൻ ആൾക്കാരുടെ മുഖത്തേക്ക് നോക്കിയായിരുന്നു. ഓക്കെ അവിടെ ശരി ഓക്കെ അതായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. ഞാൻ ആക്ച്വലി ഒരുപാട് പ്രാവശ്യം മൂവി കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് അതുകൊണ്ടാണ് ആൾക്കാരെ കൂടെ ഇരുന്ന് കാണാൻ ഞാൻ ഇത്തിരി വെയിറ്റ് ചെയ്ത് നിന്നിരുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഓരോ പ്രേക്ഷകരുടെയും ഫേസിലായിരുന്നു എൻ്റെ കണ്ണ്. എക്സൈറ്റഡ് ആണ്. ഇപ്പോഴാ ഒരു പടം കണ്ടിട്ടുള്ള ആ ഒരു തരിപ്പ് മാറിയിട്ടില്ല. ആക്ച്വലി ആ ഒരു പ്രേക്ഷകരുടെ മനസ്സിൽ കണ്ട ആ ഒരു സന്തോഷവും എല്ലാം കണ്ടപ്പോൾ തന്നെ നമുക്ക് ഹാപ്പിയായി. എല്ലാവരും പടം കാണണം. ചെറുതാണെങ്കിലും ഞങ്ങളുടെ ഈ പടം വിജയിപ്പിച്ച് തന്നെ എല്ലാവരും കാണണമെന്നുള്ളൂ. എല്ലാ വലിയ പടവും പോലെ അല്ല, ചെറിയ പടമാണെങ്കിലും ഞങ്ങളുടെ പടം വിജയിക്കുമെന്നാണ് എൻ്റെ. നമുക്കിത് വലിയ പടമാണ്. നമുക്കിത് വലിയ പടം. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടാണ്. ഒരുപാട് കഷ്ടപ്പെട്ട പടമാണ്. ഇതൊന്ന് വിജയിപ്പിച്ച് തന്നെ എല്ലാവരും. ഇതിനകത്ത് പറയാനുള്ളത് പാട്ടുകൾ ഗംഭീരമല്ലോ. പാട്ട് ലൈക്ക് എന്താ പറയുക, അതൊരു ഞങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് പാട്ട് കിട്ടിയിരിക്കുന്നത്. അതായത് വിനീതേട്ടൻ പാടിയിട്ടുണ്ട്, ശ്രീനിവാസൻ വിനീതേട്ടൻ പാടിയിട്ടുണ്ട്, ഗാനാബാല പാടിയിട്ടുണ്ട്, പിന്നെ എന്താ പറയുക അന്തോണിദാസൻ പാടിയിട്ടുണ്ട്, കാർത്തിക് അതാ ഫേവറേറ്റ് ട്രാക്കാണ് എൻ്റെ. അപ്പം എല്ലാവരും അത് എനിക്ക് ഞങ്ങൾ ഈ പടം തുടങ്ങുമ്പോൾ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല, ഇത്തിരി വലിയ ഗ്രാൻഡായിട്ട് റിലീസ് ചെയ്യുന്നൊന്നും വിചാരിച്ചിട്ടല്ല. ഞങ്ങളൊരു കുഞ്ഞു പടമായിട്ട് പ്ലാൻ ചെയ്തു. പക്ഷേ അത് ഓർഗാനിക്കലി പടക്കുന്നുണ്ട്. ദൈവം എല്ലാവരും കൂടി ഇൻ്റർഫിയർ ചെയ്തിട്ടാണ് ഞങ്ങളെ ഈ ഒരു ഇപ്പോൾ ഇവിടെ ഈ ഒരു നിങ്ങളെല്ലാവരും മുന്നിലും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത്. അപ്പോൾ അതിന് ഞാൻ ഇത്ര നന്ദി പറഞ്ഞാൽ എനിക്ക് ഞങ്ങൾ കുറേ ഒരു നിമിഷമൊക്കെ എത്തിയിട്ടുണ്ട്. ഹോപ്പ് പോവും. പക്ഷേ അതൊന്നൊക്കെ തിരിച്ചു വന്ന് സിനിമ ഈ ഒരു ഇൻ ദ സെൻസ് ലൈക്ക് ആൾക്കാർ മുഖം കാണുമ്പോഴാണ് എനിക്ക് സന്തോഷം. ആ ഒരു രീതിയിലേക്ക് എത്തിച്ചു തന്നത് അദ്ദേഹം നന്ദി. അതെ ദൈവത്തിന് നന്ദി. വളരെ സന്തോഷം.